ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപൊളി ഗൗൺ, നമ്മൾ ഫുൾ ലെങ്ത്തിലൊരു ഗൗണ് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതൊരു 4 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഭാഗിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൽ മെഷർമെൻ്റ് ഒന്നും കാര്യമായിട്ട് എടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ബോഡി പാർട്ടുകൾ കട്ട് ചെയ്തെടുക്കുന്ന വിധം, അതായത് എങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരു 4 മീറ്ററിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് ഫുൾ ലെങ്ത്തിൽ ഫുൾ സ്ലീവിൽ എങ്ങനെ തയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ബോഡി പാർട്ട് വിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കൈ ഫുൾ സ്ലീവാണ്. അപ്പോൾ അത് 23 ഇഞ്ചാണ്. അതിൽ 20 ഇഞ്ച് സ്ലീവിന് എടുത്തിട്ട് ബാക്കി ഞാൻ 3 ഇഞ്ച് പട്ടയ്ക്ക് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലീവിൽ നമ്മൾ ഫ്രില്ലിട്ട് വെച്ചാൽ മതി. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം, അതും ഒരു 2 പാർട്ടാക്കുന്നുണ്ട്. ആദ്യം ഒരു 20 ഇഞ്ചല്ല കേട്ടോ, അതൊരു 25 ഇഞ്ചാക്കാം. ഫ്രില്ല് 15 ഇഞ്ച്, ആ ഒരളവിൽ നമുക്കതൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 20 ഇഞ്ച് ഫ്ലെയർ എടുക്കുക, 25 ഇഞ്ച് ഫ്ലെയറും എടുത്ത് 15 ഇഞ്ച് നമുക്ക് ഫ്രില്ലും, അങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 15 ഇഞ്ച് ഫ്രില്ലാവുമ്പോൾ അതൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത് ഞാൻ നേരത്തെ ഒന്ന് തീരുമാനിച്ചപ്പോൾ അതൊന്ന് തെറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചൊക്കെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 15 ഇഞ്ചാണ് എടുക്കുന്നത്. 15 ഇഞ്ചായിരിക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നതും അത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാറ്റേണിൽ എൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ബോഡി പാർട്ട് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മെഷർ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് വെട്ടി മാറ്റി പിന്നീട് നമ്മൾ സ്ലീവും വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഭാഗത്ത് നിന്നാണ് നമുക്ക് ബാക്കി 2 പാർട്ട്, സ്കേർട്ടിൻ്റെ 2 പാർട്ട് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ 4 മീറ്റർ മെറ്റീരിയലാണ് ഞാനിതൊക്കെ ചെയ്തത്. നിങ്ങൾക്കും ഇതുപോലെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി വരുന്നതിൽ നിന്ന് ആദ്യം നമുക്ക് ഫ്ലെയർ ചെയ്യാനുള്ള ഫ്ലെയർ പാർട്ടില്ലേ, അത് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ തുണി ഇങ്ങനെ നമുക്ക് കോണായിട്ട് ഇട്ടിട്ട് അളന്നെടുക്കാം 25 ഇഞ്ച് ഇറക്കത്തിനും. പിന്നെ നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ ഷേപ്പ് വണ്ണത്തിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് ആ ഒരു വണ്ണം അടിയിലേക്ക്, മുകളിൽ നിന്ന് അടിയിലേക്ക് അത് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ട ഇറക്കം അതുകൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തുണിയൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഞാനിവിടെ താഴെ ഇട്ടിട്ടാണ് കേട്ടോ കോണ്. ഇതുപോലെയൊക്കെ കട്ട് ചെയ്യാൻ താഴെ ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ 4/1 ഭാഗം ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് നമ്മളെ കോണായിട്ടിൽ 3 ആദ്യം സൈഡിൽ, പിന്നെ സെൻറ്ററിൽ, പിന്നെ അടുത്ത സൈഡ്, അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചില സ്കേർട്ട് ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കൂലേ, ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ അതാണ് നല്ലത്. പിന്നീട് 25 ഇഞ്ച് ഇറക്കവും വെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ ഒരു പാർട്ട് റെഡിയായി. ഇനി അടുത്തത് 15 ഇഞ്ച് ഫ്രില്ലാണ്. ആ 15 ഇഞ്ച് വരെ നമുക്ക് ബാലൻസ് ഉള്ള തുണി കംപ്ലീറ്റ് അങ്ങ് വെട്ടിയെടുക്കാം കേട്ടോ. കുറേ ഒന്നും ഫ്രില്ലിടാനുള്ള തുണിയില്ല, എന്നാൽ അത്യാവശ്യം ഇറക്കത്തിലും നല്ല ഫ്ലെയറിലും ഒക്കെ കിട്ടുന്ന ഒരു ഗൗണാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുകളിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്കേർട്ടിൽ ഫ്ലെയറിൻ്റെ പാർട്ടിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതും കട്ട് ചെയ്തിട്ട്, അപ്പോൾ അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയർ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫ്രില്ലാണ്. ഫ്രില്ലും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 15 ഇഞ്ചിൽ ഇതുപോലെ ഫ്രില്ലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. ആദ്യം ബോഡി പാർട്ട് തയ്ച്ചെടുക്കും, നെക്ക് വെച്ച്, പിന്നീട് സ്ലീവ് വെച്ച്, അങ്ങനെ ബോഡി പാർട്ട് തയ്ക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഫിനിഷിങ് പോയിൻ്റാണ്. ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ ഭാഗവും കൂടെ കൂട്ടുന്നതാണ്. ഞാൻ കറക്കിയാണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ടും ബോഡിയും സെപ്പറേറ്റ് തയ്ച്ച് ജോയിൻ ചെയ്തിട്ട് പിന്നീട് അത് കൂട്ടിക്കൊടുക്കേണ്ട ചെയ്യാറ്. അങ്ങനെ തയ്ക്കുമ്പോഴായിരിക്കും ഗൗൺ കാണാനൊരു ഭംഗി. എനിക്ക് കൂടുതൽ അതാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്കേർട്ടിൻ്റെതും ബോഡി പാർട്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഞാൻ
സോറി, തെറ്റിപ്പോയി. ആദ്യമായിട്ടാണ് ഞാൻ തയ്യലിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, ഇങ്ങനെ ഫുള്ളായിട്ടൊരു വീഡിയോ ഒക്കെ തയ്യലിൻ്റെ ഇടുന്നത്. പിന്നെ ഇപ്പോൾ ഈ ചാനലിൽ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ ഫൈനൽ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയറിൽ നല്ല വിരിവിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവൊക്കെ നല്ല ഫുൾ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ 4 മീറ്റർ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചാൽ തയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ